ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മൈസെൽഫ് സാഹിൽ. അങ്ങനെ ഇൻട്രോ പറയാൻ നമ്മളോട് സാലി സാർ പറഞ്ഞു. ആ സ്ക്രീൻഷോട്ട് അടിയിൽ എഡിറ്റ് ചെയ്താലും വെച്ച് തന്നെ ആയിരിക്കും. അപ്പൊ നമ്മ ഇന്നുള്ളത് ഒരു ശാന്തി പ്ലേസ് ശാന്തിയായിട്ടുള്ള സ്ഥലത്ത്. അവിടെ നമ്മ എന്തിനൊന്നു അടാ അരയിലാണ് യൂട്യൂബിൽ ഷോർട്സ് പറഞ്ഞാണ്. അപ്പൊ ഇന്നലത്തെ വ്ളോഗ് അല്ലെ സർപ്രൈസ് വ്ളോഗിന് ശേഷം നമ്മൾ പുതിയൊരു വ്ളോഗ് ആയിട്ടിരുന്നു. ആ വ്ളോഗ് എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ കമന്റ് ചെയ്യണം അല്ലെ. കമന്റ് ചെയ്യുമ്പോ നിങ്ങളുടെ അനിയത്തിമാര് അനിയന്മാരൊക്കെ പ്ലസ് ടു 10ാം ക്ലാസ്സിൽ എങ്ങനെ മാർക്ക് ഉണ്ടായി, പാസ്സായി, ആ റിസൾട്ട് ഒന്ന് കമന്റ് ചെയ്യും. അതെ ബാക്കിയുള്ളവർക്കൊരു പ്രചോദനമാവട്ടെ. പിന്നെ നിങ്ങൾ ട്യൂഷൻ പോയിട്ടുണ്ടെങ്കിൽ ട്യൂഷൻ ക്ലാസ്സിന്റെ പേര് മെൻഷൻ ചെയ്യാം. അത് കട്ടത്. അപ്പൊ നമ്മിപ്പോ ഉള്ളത് തേവര ഫെറിയിലാണ്. ഫെറിയില് നല്ല കാറ്റുള്ള വന്ന, പക്ഷെ കാറ്റൊന്നും ഇല്ല, ശാന്തിയാണ്. ഏറ്റവും ടോപ്പ് ആണെന്ന് എനിക്കറിയില്ല. എന്നാലും നമ്മ ഈ അടുത്ത് കാണില്ല 592 വ്യൂസ് ആയി വ്ളോഗിന്. എനിക്കൊന്ന് നിന്റെ ബർത്ത്ഡേ ഏറ്റവും ടോപ്പ് ആണെന്ന് അതാണോ. പിന്നെ ഉള്ളത് സാല ഡാൻസ് പറഞ്ഞു. സാല ഡാൻസ് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ആ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ, അതായത് ഇപ്പോഴും കോപ്പി റൈറ്റ് ഉള്ള ഒരു വ്ളോഗ് അതാണ്. പക്ഷെ അതിപ്പോഴും 600 അത് സ്റ്റുഡിയോ എടുക്കും, യൂട്യൂബ് സ്റ്റുഡിയോ എടുത്ത് നോക്കുമ്പോൾ 600 അപ്ഡേഷൻ കുറച്ച് ലേറ്റ് ആയിട്ട് വരുള്ളൂ. അപ്പൊ നമ്മ ചായ കുടിക്കാൻ വന്നേക്കണം, പക്ഷെ ചായ ആരും മേടിച്ചു തന്നില്ല. വ്ളോഗിന്റെ വ്യൂസ് ആണ് പറഞ്ഞോണ്ടിരിക്കുന്നത് 460. പിന്നെ 600 ഇല്ല, നമ്മളെ ഏറ്റവും കാച്ചുള്ള ഓണമാണ് 680. ഓണം സെറ്റ് ആക്കണം. ഇല്ല, കുട്ടൻ 632. എല്ലാവരും നെറ്റി മറ്റേ മൈക്കിലെടുത്ത് നമ്മുടെ ഫസ്റ്റ് പൊട്ട മൈക്കിലെടുത്തോളൂ. ഇല്ലടാ മറ്റേ മൈക്ക് നമ്മൊരു 200 മൈക്ക് അടിച്ചില്ലേ, 200 മൈക്കിലെടുത്ത വ്ളോഗാണ് ട്രെൻഡിങ് ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത്. അത് റീച്ച് ആവുന്നില്ല, കാരണം നിങ്ങൾ അതായത് വ്ളോഗ് കണ്ട് ലൈക്കും കമന്റ് ചെയ്താൽ തന്നെ അല്ലേ. അതിന് എങ്ങനെയാണ് പുറത്തുള്ളവർക്കാണ് നമ്മളോട് താല്പര്യം, സപ്പോർട്ട്. അടുത്തുള്ളവരൊക്കെ വെറുതെ പക്ഷെ കാണുന്നവരുണ്ടാ. അല്ല നീ അതിന് വ്ളോഗ് കാണുന്നവരാണ. പക്ഷെ അടുത്തുള്ളവര് കാണുന്നവരുണ്ട്, കാണാത്തവരുണ്ട്. അതെ ഗൈസ്, കാണുന്നവരുണ്ട്. അപ്പൊ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാ. ഈ പോസ്റ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ കാണാത്തവരുണ്ട്, അങ്ങനെയല്ല ഉദ്ദേശം. അപ്പൊ നമ്മളിപ്പോ ചായക്കടയിലേക്ക് പോയി കഴിഞ്ഞാൽ സ്ഥലം ചായ അടിച്ചിട്ടോ വ്ളോഗായിട്ട്. സീനല്ല, അവര് റൊമാൻറ്റിക് സ്റ്റൈൽ എന്താണെന്ന് ഇങ്ങനെ സ്റ്റൈൽ വേറെ കാരണം എന്താണ്, അതായത് ഔട്ട്ഫിറ്റ് സ്റ്റൈല് വേറെ റീസൺ എന്തായിരുന്നു? റീസൺ ഒന്നുമില്ല, ഒരു കല്യാണം ഉണ്ടായി, അപ്പൊ ഡ്രസ്സില്ല, അയാലും പപ്പാന്റെ ഉടുപ്പടക്ക് പൊട്ടിണ്ട് സ്റ്റൈലൊക്കെ. ഈ സ്റ്റൈൽ എങ്ങനെ ഇടുന്നത്? പിന്നെ ഗായ്സ് സ്പെഷ്യലി പറയാനുള്ളത്, ഇപ്പൊ ചിക്കു എന്ന് പറയുമ്പോ നിനക്ക് അത് പറയട്ടെ, അത് പറയണോ ചിക്കു? എന്താണ് നിന്റെ ഫാൻസ് കാണണല്ലേ ഇങ്ങനെയൊക്കെ നിനക്ക് ക്യാമറ. അപ്പൊ ചിക്കു ഇപ്പൊ സൺസ്ക്രീൻ ഒക്കെ ഇട്ടിട്ട് സൺസ്ക്രീൻ ഒക്കെ ഇട്ട് എന്താണ് ടി വി കയറില്ല നമുക്ക് കൊച്ചി ഇവിടത്തെ പാർട്ടിക്കാര് പ്രശ്നവും സ്പേസ് ഇന്റേണൽ സ്റ്റോറേജ് ഇഷ്യൂ പൂർത്തിയാക്കി പരിഹരിച്ച് നമ്മൾ വ്ളോഗ് എടുക്കാൻ സഹൽ ക്യാമറേന്റെ പുറകെ ചായ പിടിക്കാല് സഹലിന്റെ കോസ്റ്റ്യൂം കുഴപ്പമില്ലാതെ ആൾക്കാര് പറയട്ടെ. ഇതിന്റെ പേര് അല്ലല്ല, പെണ്ണുങ്ങളൊരു പേരിട്ടത് അത് നിനക്കറിയാം, നീ പറ. നമുക്കറിയില്ല. നിങ്ങൾക്ക് എന്താ അറിയാവുന്ന, എന്തൊക്കെ ഡ്രസ് അറിയാം, എന്തൊക്കെയാ മേടിച്ചു കൊടുത്തോ? എന്തൊക്കെയാ മേടിച്ചു കൊടുത്തോ? എന്തെവിടെ മേടിച്ചു കൊടുക്കാൻ? ആർക്ക് മേടിച്ചു കൊടുക്കാനോ സായില്ല, മേടിച്ചു ആളില്ല.
ഞാനൊക്കെ എപ്പോഴും കയ്യിൽ അതിലെ ഫോട്ടോ കണ്ടിട്ട് അത് നോക്കി സ്റ്റോറി നമുക്ക് കഴിക്കാം. ആ എടുത്തിട്ടില്ല പോയവരൊക്കെ പറ്റി പോയൊരൊറ്റ പോയവരൊക്കെ സൽമാൻ പോയേക്കാണ്. സൽമാൻ പോയി സൽമാൻ വൈപ്പിൻ സൽമാനിക്കുന്ന ഒരു ഫാമിലി ട്രിപ്പ് ഇന്നലെ ക്ലബ് ഷോ ആയ സാറ്റർഡേ സൺഡേ സൽമാൻ ബുക്ക്ഡാണ്. സൽമാനെ കിട്ടൂല. ലീവില്ലാത്ത ഒരാളാണ്. അതെ ശല്യമായി കൊടുക്കുക. എന്തോ പറയാണ്ടെന്ന് പറഞ്ഞില്ല. അത് ശരി പറയട്ടാ. എന്തൊരു കണ്ടന്റ്, അതായത് നമുക്കിപ്പോ ഒരു ഫണ്ണി ചാലഞ്ച് ചെയ്യാം. ചിക്കു ഒരു പാട്ട് പാടും. പാട്ടോടി പാട് 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 പാട്ട് പാട്ടിലാവാം. അതോടാ പാട്ടിലാണെങ്കിൽ നിന്റെ കൈ അവള് പാടിത്തെന്ന് പറഞ്ഞ രണ്ടുപേരും ചില സാങ്കേതിക തകരാറുകൾ മൂലം നമ്മൾ ഒന്ന് ഇതാക്കണ്ടെന്ന്. അപ്പൊ ചിക്കു പാട്ട് നീ ഒരു പാട്ട് പാട്. അതെ എനിക്കല്ല ചിക്കു പാടും. നിനക്ക് നല്ലോണം അറിയാം. എന്തോരം അല്ല അതല്ല സ്റ്റോറി ഒക്കെ അവന്റെ കൊടുത്ത അമ്മനെ ഇത് പിടിക്കണം. ഇത് പിടിച്ച് ഇത് പിടിച്ച് നീ ഒട്ടല്ല പിടിച്ച് നിനക്കാട് പാട്ടറിയാവുന്ന. ഞാൻ എപ്പോഴും പാട്ട് പാടി സ്റ്റോറി ഞാൻ അവനുണ്ട് പ്ലേ ബാക്ക് സിംഗർ ആണോ? എന്റെ മൂട്ടി പാട്ടോട് തീവ്ര ഇപ്പൊ എന്തും ചില ധൈര്യമുണ്ട്. പക്ഷെ പാട്ടറിയില്ല. ആണോ? അഭിനയിച്ചാണെങ്കിൽ ആദ്യം നിങ്ങൾക്കറിയൂ മറ്റേ റീലണ്ടല്ലേ എന്തും ചെയ്യാനുള്ളതിനെന്ന് പറഞ്ഞാൽ താങ്കൾ എന്താണ് എന്താ ഉദ്ദേശിച്ചത്? ഗ്രൗണ്ടിലിറങ്ങി കളിക്കണം. ധൈര്യമുണ്ട്. ധൈര്യമല്ലേ കാണിക്കേണ്ടത്. പക്ഷെ 5 പുഷപ്പടി പഠിക്കാൻ അറിയില്ല. പക്ഷേ ധൈര്യമുണ്ട്. ധൈര്യം കാണിക്കാൻ അതിനെന്താണ്ട് അല്ലെങ്കിൽ നീ കട്ടിയെടുക്കൂലമ്മ. ധൈര്യമില്ലാത്ത ചോർന്നു പോയി. ഒരു കാര്യത്തിൽ നിനക്ക് കഴിവുണ്ടോടാ? ധൈര്യമൊക്കെ ഇവിടുന്ന് വരാണ്ട് കുപ്പമ്മ ഇതായില്ലേ എന്തായി മറ്റേ സാധനം എന്ത് സെൽഫ് മോട്ടിവേറ്റഡ് ആയില്ലേ? എല്ലാരും മോട്ടിവേറ്റഡ് ആയില്ലിപ്പാ. എല്ലാരും പറയുമ്പോ നീ നിന്റെ കാര്യം പറഞ്ഞാൽ മതി. എല്ലാരും ഓക്കെ ആയില്ലിപ്പാ. സന്തോഷം. എല്ലാരിക്കും ആർക്കും ഒരു കുഴപ്പമില്ല. അതെ നോക്കി ക്യാമറ ഒന്ന് തിരിച്ചു കാണിക്കും. അവിടത്തെ കണ്ണ് കാണാം. കണ്ണ് കളിക്കും. നിന്റെ അണ്ണ എന്താണ് നേരത്തെ കലങ്ങിയല്ല വീടിന് മുമ്പിന്ന്? എന്താ അതൊക്കെ മറന്നു. അയ്യോ ഞാൻ എന്തൊക്കെയാണോ അത് കുഴപ്പമില്ല. അല്ലടാ പിന്നെ നിങ്ങളെ അഭിപ്രായത്തിൽ +1 ഏത് സ്കൂളായിരിക്കും നല്ലത്? നിന്റെ പെർസ്പെക്റ്റീവ് പറ. അടിപൊളിയാന്ന് പറയണ്ടല്ലോ. സഹലിന്റെ അഭിപ്രായം? എൻജോയ് ചെയ്യാൻ പറ്റിയ ക്യാമ്പസ് ആണ്. സ്കൂൾ ക്യാമ്പസ് പിടിക്കണേ. നിങ്ങത് കാണണം. എന്തെങ്കിലും ചെറുത് വീയാൻ കാത്തിക്ക. എല്ലാരും ഇങ്ങനെ മറ്റേ കൊറേ മീനുകൾ ഇങ്ങനെ നിന്നിട്ട് ചെറിയൊരു ഇത് വരുമ്പോ തന്നെ ഇതാണ് അല്ല പിടിക്കാൻ നിൽക്കണേ. അല്ല ഞാൻ പറഞ്ഞില്ല ക്യാമ്പസിലേക്ക് എല്ലാരും കേറാ. അപ്പൊ നമുക്ക് നല്ല ക്യാമ്പസ് നോക്കി സെലക്ട് ചെയ്യാം. വ്ളോഗിന് നാളെ ഒരു കിടിലൻ കുക്കിംഗ് വ്ളോഗ് വരുമെന്ന് പ്രതീക്ഷിക്കാം നിങ്ങൾ. അവിടെ ഉണ്ട് മറ്റേ BTS സഹായിൽ ഭണ്ഡാരി ഇറങ്ങണേ. ഇറങ്ങാനാണ് ഞാൻ വെപ്പൊടിച്ച് പോയിട്ട് കാറ്ററിങ്ങിനോട്ട് നമ്മ ഒന്നും ചെയ്തില്ലാന്ന് പറയുന്നത്. വെപ്പൊടിച്ചുണ്ട്. നീ 5 പുഷപ്പ് അടിക്കാൻ വിഷയം മാറ്റില്ലേ? 5 ബിരിയാണി 5 തിന്നു. ഇല്ലടാ അത് ജീവിതത്തിൽ നിന്ന് ഓരോരുത്തർ പോകുമ്പോ അങ്ങനെയൊക്കെയാണ്. ഒറ്റ ഇതൊക്കെ കട്ട് ചെയ്തിട്ട് വ്ളോഗ് ഇറങ്ങോളൂ. സുഹൃത്തുക്കളെ വിഷയം മാറിയിരിക്കുകയാണ്. വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കല്.
പാർക്കേണ്ടത് എന്നെ എടുക്കണ്ട് 10 ദിവസം ഉണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് അല്ലെങ്കിൽ നീലേ ഇങ്ങനെ സുഹൃത്തുക്കളെ നിങ്ങളൊരു അഭിപ്രായം പറയും. ഇവൻ ഇപ്പൊ പറയും. ഡെയിലി വ്ളോഗ് ആയിട്ട് ഇടണമെന്നില്ല. ആ ഒരു സന്ദർഭം, അതായത് നീ ഇപ്പൊ പോണത് മനസ്സിലായി, നീ ഇപ്പൊ എവിടെയെങ്കിലും പോയി അപ്പൊ ഇന്നത്തെ പരിപാടി അതായിരുന്നു, ഞാനത് കഴിച്ചു അങ്ങനത്തെ ഒരു അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ നിർബന്ധമൊന്നുമില്ല. നമുക്ക് ഈ വ്ളോഗിലൂടെ വെപ്പ് പരിപാടിയിലേക്ക് കടക്കാം. അവിടെ ഗ്യാസ് കുറ്റിയും സൗകര്യമൊക്കെ ഒരുക്കുന്നുണ്ട്. ഇതാരാണ്ടത്? ബാക്കി പറ. അപ്പൊ വ്ളോഗ് അവസാനിപ്പിക്കുന്നത് എന്താണ്? അപ്പൊ ബൈ ബൈ ഗൈസ്.